ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസിന് എന്താണ് പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഇതാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു പയൽ റീഡിംഗ് ആയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 പയൽസ് വെച്ചിട്ടുണ്ട്. പയൽ 1 ആൻഡ് പയൽ 2 രണ്ടും ഏഞ്ചൽസ് കാർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലേക്ക് നോക്കുമ്പോൾ ഏത് കാർഡാണ് നിങ്ങളെ കോൾ ചെയ്യുന്നത്, ഏതെടുക്കാനാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു പയൽ ചൂസ് ചെയ്ത് കേട്ട ശേഷം അതിൽ നിങ്ങളുടെ എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒന്നും മാച്ചായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടേതായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പയൽ കൂടി കേട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഏഞ്ചൽസിനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ അറിയേണ്ടത് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടിൽ ഒരു പയൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഏഞ്ചൽസ് കാർഡ് നമുക്ക് തന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് സക്സസ് എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അടുത്തതായിട്ട് വരുന്നത് ആ ഒരു സക്സസ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഓൾറെഡി വലിയ കുഴപ്പമില്ലാത്തൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവാം. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രയും വേഗം ആ ഒരു സക്സസ്സിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തിരിക്കുന്നവരിൽ കൂടുതലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളാവാൻ സാധ്യതയുണ്ട്, മധ്യവയസ്കരാവാം, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളിത് നോക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലുള്ളവരുടെ എനർജിയാണ് നമുക്കിതിനകത്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ സോൾട്ടൈ ആ ഒരു രീതിയിലേക്കൊക്കെ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അല്ലാതെ വെറുതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല സ്മൂത്തായിട്ട് ഓൾറെഡി സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഫറിങ്സും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരിക്കാം. അപ്പോൾ മെയിൻലി നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ അവരുമായിട്ട് അത്രയധികം റിലേഷൻഷിപ്പുള്ള ഒരു വ്യക്തി തന്നെ ആവാനാണ് ചാൻസ്. അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരാനുള്ള കൂടുതൽ സാധ്യത ആ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം റിലേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ പേരിൽ ഒരു കലഹം ഉണ്ടാവുക അല്ലെങ്കിൽ മാറി നിൽക്കുക, പരസ്പരം മിണ്ടാതിരിക്കുന്നൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ഒരു വഴക്കുകളും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാകുന്നത്. തീർച്ചയായിട്ടും മറ്റേതെങ്കിലും വ്യക്തി അതിനിടയിലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരും പറഞ്ഞായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏറ്റവും നല്ല വ്യക്തികളാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പാർട്ട്നേഴ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് പോയിരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിയണമെന്നോ അല്ലെങ്കിൽ ചതിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്ത വ്യക്തികളാണ്. അതങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ വളരെയധികം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് വളരെയധികം ആഗ്രഹിച്ച് വന്ന ആളാണെന്നുണ്ടെങ്കിൽ കൂടി മറ്റേ ആൾ ചിലപ്പോൾ കുറച്ച് പുറകിലേക്ക് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയധികം ഒരു ഇൻപുട്ട് ഇടാത്തൊരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഒരുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളെയൊക്കെ കൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ യാതൊരു വഴക്കുകളോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ വളരെ എന്താ പറയുന്നത് സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്ന വ്യക്തികൾ തന്നെയാണ്.
അതുപോലെ തന്നെ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ലൈഫിൽ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്ത് അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് ട്രോമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ ഒരു പേഴ്സൺ കടന്നു വന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് നിങ്ങൾ പോയത് ഇങ്ങനെ ആവാനും മതി. അതായത് കാരണം ആ ഒരു വേറെയും ഒരു റിലേഷൻഷിപ്പിനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ഇതുള്ളപ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് ഇവിടെ വന്നതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോരുന്ന ഒരു അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ അത് ഗുഡ് ബൈ പറഞ്ഞ് പോന്നിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഫ്ലറിഷ് ആയ ശേഷം ഈ പോയ വ്യക്തി അവരുടെ ലൈഫിലേക്ക് വീണ്ടും റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് രണ്ട് റിലേഷൻഷിപ്പിനുള്ള സാധ്യത ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൺസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ രണ്ടു പേർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പരസ്പരം കാരണമല്ല, തീർച്ചയായിട്ടും മറ്റു വ്യക്തികളുടെ കടന്നുവരവോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സമയം ഇത് കാണുന്ന വ്യക്തികളിൽ പലരുടെയും പേഴ്സൺസ് ചിലപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഏതൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് കലഹമോ അല്ലെങ്കിൽ അടിപിടിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പേരും പറഞ്ഞായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആശ്വാസമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ തിരിച്ചു വന്ന ഈ ഒരു പേഴ്സണെ വീണ്ടും സ്വീകരിക്കണോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം. ഇനി അതല്ല ഇതുവരെ വരാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആ ഒരു റീകൺസിലിയേഷൻ എത്രയും വേഗം തന്നെ സംഭവ്യമാകും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ ബുദ്ധിമുട്ടായിട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ എപ്പോഴും പ്രശ്നം സൃഷ്ടിച്ചിരുന്ന ഏതെങ്കിലും തേർഡ് പാർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ ഇതിനോടകം തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജിയിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയൊക്കെ ഒഴിഞ്ഞു പോയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടില്ല, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇടയിൽ ഒരു ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെല്ലാം ഒഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന് മാത്രമല്ല മാറ്റം ഉണ്ടാകുന്നത്, നിങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണായിരിക്കാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും ആവാം. നിങ്ങളുടെ മറ്റുള്ള മേഖലകളിലും ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നിരുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരിക്കാം, ഒന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതിലേക്കൊക്കെ ആഗ്രഹിച്ച പോലെയുള്ളൊരു മാറ്റം കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ റിലേഷൻഷിപ്പിന് മാത്രമല്ല പല കാര്യങ്ങളിലും ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇതുവരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു വഴക്കിലാണെങ്കിൽ കൂടിയും മറ്റു പല മേഖലകളിലേക്കും ഉള്ളൊരു പ്രോസ്പെരിറ്റി വന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം അവനവനായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവാം. പഴയതുപോലെയല്ല, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്, എൻ്റെ കരിയറിൽ വന്നിട്ടുണ്ടെന്നെല്ലാം നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടാവാം. അതായത് യൂണിവേഴ്സായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചില സൈൻസ് അല്ലെങ്കിൽ സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവാം. നിങ്ങൾക്ക് സ്വയം ഒരു നമ്മൾ ഉൾവിളി എന്ന് പറയില്ല, ആ ഒരു രീതിയിൽ മനസ്സിലാവുന്നുണ്ടാവാം. ആ ഒരു സെൽഫ് ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവാം. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് എത്താനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ തരത്തിലുള്ള മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നു, യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് പയൽ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്പ്രെഡ് തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു അബണ്ടൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു റീകൺസിലേഷൻ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാം ഇത് കേൾക്കുമ്പോൾ പോലും. അപ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഉള്ള ഒരു സ്പ്രെഡ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസും എനർജീസും എല്ലാം ഇത്തരത്തിലാണ്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ ഈ ഒരു സ്പ്രെഡാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത്, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും സിറ്റുവേഷൻസും എല്ലാം മാച്ച് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസണേറ്റ് ചെയ്യുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് പയലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഏഞ്ചൽസ് കാർഡ് പറയുന്നത് തന്നെ
ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷന് മാറ്റം വരും, അല്ലെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു പുരോഗതി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പൈല് ചൂസ് ചെയ്തവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തികച്ചും രണ്ട് അന്യ വ്യക്തികളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ കൂടെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് സ്വന്തമാവണം എന്നില്ല. ആ ഒരു പേഴ്സൻ്റെ മനസ്സും കൂടി നമ്മളോടൊപ്പം വേണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളുടെ ഒരു ഈക്വൽ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തിയുടെ സഹകരണം നമ്മളുടെ ഒപ്പം വേണം. എങ്കിൽ മാത്രമേ അതൊരു നല്ല റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ അകൽച്ചയോ ഒക്കെ ഉണ്ടായെന്ന് വരാം. അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസഹിഷ്ണുതയോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല എന്നുള്ളൊരു തോന്നലോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരു പരിധിവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയാണ്. മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട് അവർ നിങ്ങളിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കുന്ന ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളുടെ ഒരു കാലം വേണ്ടുന്നൊരു സമയം തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ പല അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അകൽച്ച, ഒരുപാട് സ്നേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് പഴയതുപോലെ അല്ലാണ്ടായി പോകുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു പേഴ്സൺ ഒരു മാറ്റം വരും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതിനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ റിലേഷൻഷിപ്പ് വൈസ് നോക്കുമ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കാം. എന്ത് ചെയ്യണം എന്നറിയാത്ത, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി ഡൗൺ ആയി പോകുന്ന, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളൊരു ധാരണയില്ലാത്ത ഒരു സമയം തന്നെയായിരിക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം വരണമെങ്കിൽ അതിനകത്ത് ഒരു ഡിവൈൻ ടൈം വരണം എന്നാണ് കാണിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ടൈം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന കാർഡും പറയുന്നത് അത് തന്നെയാണ്, ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സ്വരച്ചേർച്ചക്കുറവ് അല്ലെങ്കിൽ അകൽച്ച, വിട്ടുപോയിട്ടുണ്ടാവുക എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷന് മാറ്റം വരും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ഡിവൈൻ ടൈം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബന്ധത്തിന് മാത്രമല്ല, നിങ്ങൾ രണ്ട് വ്യക്തികൾക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ലൈഫിൽ നേരിടാനുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നില്ല. കാരണം അവരുടെയും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡാണ്. അവരെന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്നാലും ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയല്ല. അവർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളെപ്പോലെ തന്നെ ആ ഒരു പേഴ്സണും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ അവസാനിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എൻഡായി പോകേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനെ ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് വീണ്ടും ഒരു ബിഗിനിങ് ഉണ്ടാവുള്ളൂ. ഒരു കാര്യം അവസാനിച്ചു കഴിഞ്ഞാലല്ലേ അത് വീണ്ടും തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഒരുപാട് സ്ട്രഗിളാണ്, ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിലിട്ട് പെരുപ്പിച്ച് രണ്ടുപേരും പുകഞ്ഞു നീറുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ സ്റ്റിൽ അങ്ങനെ തന്നെ പോവുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചില കാര്യങ്ങൾ അവസാനിച്ച് തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് പുതിയൊരു ആരംഭം. നമ്മളുടെ സൺറൈസും സൺസെറ്റും പോലെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയും സ്പിരിച്വലി കണക്റ്റഡ് ആവേണ്ടുന്ന ഒരു സമയമാണ്. അവരുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവർ നിങ്ങളെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ചിന്തിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്കുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പരസ്പരം നിങ്ങളിതുവരെ ഷെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം, നിങ്ങളുടെ പെയിൻ, നിങ്ങളുടെ ഇമോഷണൽ സ്ട്രഗിൾ, ഇതെല്ലാം ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ടുപേരും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവില്ല,
അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ഈ വിഷമതകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ മാത്രമായിട്ട് ഒതുക്കി മറ്റാരോടും പറയാതെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നോക്കുമ്പോൾ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഫേക്ക് സ്മൈൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വേദന എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു രീതിയിലായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് യാതൊരു ആക്ഷനും എടുക്കുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നത് അതുപോലെ തന്നെ വളരെ നിശ്ചലമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിനകത്തൊരു അനക്കം വന്നിട്ടില്ല. അതായത് ഈ ഒരു പേഴ്സൺ യാതൊരു ആക്ഷനും എടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുകയാണ്, എല്ലാം നീട്ടി വെക്കുകയാണ്, പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കറൻ്റ്ലി അതിന് വേണ്ടുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നാളെയാണ് കുറച്ചും കൂടി നല്ല സമയം എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ അല്ലെങ്കിൽ വളരെ നിശ്ചലമായിട്ട് കിടക്കുന്ന ആ ഒരു സംഭവത്തിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു എനർജി വളരെ സ്ലോ ആണ്. ഫാസ്റ്റായിട്ട് എടുപിടി എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനമെടുത്ത് നാളെ തന്നെ എല്ലാം നടത്തി കളയാം എന്ന് പറയുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നില്ല. ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും, പക്ഷേ ആൾക്ക് കുറച്ച് സമയം വേണം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് എടുക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ അന്തരീക്ഷം നോക്കിയിട്ടായിരിക്കാം, നിങ്ങൾക്കിടയിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ്, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കൊണ്ടാണ് അകന്ന് നിൽക്കുന്നതെങ്കിൽ അവരുടെ എല്ലാം ഒരു ശല്യം ഒഴിഞ്ഞു പോകുന്നതിനായിരിക്കാം ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു പുകമറയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. ചിലപ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് ഷെയർ ചെയ്യാതെ ഒട്ടും സുതാര്യമല്ലാതെ പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിലൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അകൽച്ചയുടെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ത് ക്ലാരിറ്റിയാണ് വേണ്ടത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് തന്നെയാണ്. അതായത് ഇതിനകത്തുള്ള ഒരു കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇല്യൂഷനകത്ത് അല്ലെങ്കിൽ ഒരു മായയിൽ പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറിപ്പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് ഏഞ്ചൽസ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയെല്ലാം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ്. പക്ഷെ അതിന് കുറച്ച് സമയം വേണം. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു പേഴ്സണാണ് അത് പോസ്റ്റ്പോൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നില്ല എന്നൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ആ ഒരു ഡിവൈൻ ടൈം ആവാത്തതാണ്. ഡിവൈൻ ടൈം ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു റീകൺസിലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സമയമാവാത്തത് കൊണ്ടാണ് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും നാളെയാവാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ പതിയെ വളരെ സ്ലോ ആയിട്ട് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ തീരുമാനമല്ല, അതിനകത്തുള്ള ഒരു ഡിവൈൻ ടൈം സ്ലോ ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷന് മാറ്റം വരുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പല അനുഭവങ്ങളും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒറ്റ ചാൻസിൽ തന്നെ ഈ ഒരു സ്പ്രെഡാണ് എടുക്കാൻ കഴിഞ്ഞത്, നിങ്ങളുടെ കാര്യങ്ങളുമാണ് ഈ ഒരു സ്പ്രെഡിനകത്തെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു റെസനേറ്റിംഗ് പവർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈലിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്.